2016 കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്ത ഹോപ്പ് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷൻ. നമ്മൾ ചെറുപ്പം മുതലേ ഭയത്തോടെ കേൾക്കുന്ന ഒരു അസുഖത്തിന്റെ പേരാണ് ക്യാൻസർ, അല്ലെ? നമുക്കറിയാവുന്നവർക്കോ ബന്ധത്തിലോ ആർക്കെങ്കിലും ക്യാൻസർ വന്ന് അവർ അനുഭവിക്കുന്ന വേദന കണ്ടറിഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ കേട്ടറിഞ്ഞതുകൊണ്ടോ ആയിരിക്കും. ലോകത്തിന്ന് കുട്ടികൾ കാണുന്ന ക്യാൻസറിൽ 95% ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. ബാക്കി 5% കുട്ടികളുടെ ജീവിതം നഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ കുട്ടിക്ക് ക്യാൻസർ ആണെന്ന് അറിയുമ്പോൾ പകച്ചു പോകുന്ന രക്ഷിതാക്കളുടെ പകപ്പാണ്. എവിടെ വെച്ച് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നറിയാത്ത വല്ലാത്തൊരവസ്ഥ. ആ ഒരു അവസ്ഥ ഇനി ഉണ്ടാവാൻ പാടില്ല. എന്റെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലും എത്തിക്കണം. കേരളത്തില് ചൈൽഡ് ക്യാൻസർ കെയർ ഫൗണ്ടേഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന, സന്നദ്ധ സംഘടന ഹോപ്പിനെ കുറിച്ചാണ്. ആ സംഘടനയുടെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്നത് 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഹോപ്പ് ഹോംസ് എന്ന് പറഞ്ഞൊരു വീട്ടിലേക്ക് താമസിപ്പിച്ചുകൊണ്ട് തന്നെ, രക്ഷിതാക്കളെ അതിൽ താമസിപ്പിച്ചുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഒരു വിഭാഗം. ഹോപ്പ് എന്ന ഈ സന്നദ്ധ സംഘടനയുടെ അമരക്കാരന്റെ മകന് ക്യാൻസർ ബാധിച്ചപ്പോൾ അയാൾ എടുത്ത ഒരു ദൃഢനിശ്ചയമാണ്, ഈ അങ്ങോട്ട് എന്റെ ജീവിതം ക്യാൻസർ ബാധിതരായ കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നുള്ളത്. ആ ഒരു ദൃഢനിശ്ചയം കൊണ്ട് തന്നെ ഹോപ്പ് എന്ന സംഘടന ഇന്ന് കേരളത്തിൽ പല ജില്ലകളിലും വ്യാപിച്ചു കിടക്കുകയാണ്. 950ഓളം പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ സേവ് ചെയ്യുക, മറ്റുള്ളവരിൽ എത്തിക്കുക. ഈ സന്നദ്ധ സംഘടനയുടെ ഡീറ്റെയിൽസിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അസുഖമായിട്ട് ബുദ്ധിമുട്ടുന്ന ഏതെങ്കിലും കുട്ടി നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് ഈ ഡീറ്റെയിൽ അയച്ചു കൊടുക്കുക. രക്ഷിതാക്കൾ തളർന്നു കഴിഞ്ഞാൽ മക്കളും തളരും. അതുകൊണ്ട് തന്നെ ഇതിനാവശ്യം, ക്യാൻസർ എന്ന അസുഖത്തിനെ നേരിടാൻ ആദ്യം നമുക്ക് ആവശ്യം മനക്കരുത്താണ്. എല്ലാ അസുഖത്തിനും ആവശ്യം അത് തന്നെയാണ്, പ്രത്യേകിച്ച് ക്യാൻസറിന്. അതുകൊണ്ട് ഈ ഡീറ്റെയിൽസ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ മുന്നോട്ടുള്ള നമ്മുടെ ലൈഫിൽ സോഷ്യൽ പ്രവർത്തനം എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ഒരു സഹായം ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മളിൽ വരികയാണെങ്കിൽ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സംഘടനയുടെ പേര് ഓർമ്മയിലിരിക്കട്ടെ. വീഡിയോ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കുക. അതുപോലെ ഒന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കാം, ഇങ്ങനൊരു അസുഖം ആർക്കും വരാതിരിക്കട്ടെ.